കുറച്ചുകൂടെ ഇട്ടോ. ദിച്ചുവാവ ഇനി മടക്ക, ഇച്ചിരി കൂടെ ഇട്ടോ. ഇനി മടക്ക്. നീ ഇഡലി പാത്രത്തിൽ എടുത്ത് വെക്കാവോ? എടുത്തോ, 2 കൈ കൊണ്ട് എടുത്തോ. ദിച്ചുവന ഇഡലി കൈ പോകല്ലേ. ദിച്ചുവയുടെ കൈ. ഓക്കെ താങ്ക് യു ബേബി. ഹായ് ഹലോ. നമ്മൾ ഇന്നലെ വിഷുവിന് മേടിച്ചതിൻ്റെ ബാക്കി ഇല ഇരിപ്പുണ്ട്. ഇലയ്ക്ക് നല്ല വിലയാണ്. 1 ദിറമാണോ 1.5 ദിറമായിട്ടായിരുന്നു. അപ്പം നമുക്ക് അതിനകത്ത് ഇലയുടെ ഉണ്ടാക്കിയാലോ. കേസിൻ്റെ അപ്പം, ഇടിയപ്പം, പത്തിരിപ്പൊടി, ഇതാണ് ആ പൊടിയെ. അപ്പം ഞാനൊരു ശകലം വടക്കാനായിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പം അതിന് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിത്തിരി ഏലക്ക പൊടിച്ചതാണ്, തേങ്ങയുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടെ റെഡിയാക്കി എടുത്താലോ. നൊസ്റ്റാൾജിയാണ്. ഇതാ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടാണ്, ചൂടുവെള്ളത്തിൽ നമുക്ക് കുഴയ്ക്കാം. ഓക്കെ, കൈയൊക്കെ പൊള്ളാതെ നോക്കിക്കണം. നമ്മൾ കുറച്ച് മാവെടുത്ത് ഇതുപോലെ നന്നായിട്ട് കയ്യെ വെള്ളം പുരട്ടി ഇതുപോലെ നല്ലതായിട്ട് അങ്ങോട്ട് തിന്നായിട്ട് പരത്തി കൊടുക്കണം. ഒത്തിരി കട്ടിയായി കഴിഞ്ഞാൽ വേഗം ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇതുപോലെ തിന്നായിട്ട് പരത്തി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സൈഡിലോട്ട് ചക്കരയും തേങ്ങയും കൂടെ വെക്കുക. വീട്ടിലെല്ലാവരും അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്നതല്ലേ, അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ട് നമ്മളിതുപോലെ മടക്കുക. അട എവിടം വരെ ആയെന്ന് നമുക്ക് നോക്കാം. അട പുക ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ. കണ്ടില്ലേ, അടയെല്ലാം നല്ല സൂപ്പറായിട്ട് വെന്തു. സൂപ്പർ. ദിച്ചാവ ഉണ്ടാക്കിയ അടയെന്ന് പൊളിച്ച് കഴിച്ച് നോക്കി. ഇത് കഴിക്കും. വാ സൂപ്പർ. അകത്തേത് കഴിച്ചു നോക്കി മൊത്തത്തിൽ. മധുരമുണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ?